നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 4 വേരിയബിൾ കെ മാപ്പ് ആണ്. 4 വേരിയബിൾ എന്ന് പറയുമ്പോൾ 2 power 4 16 combinations are possible. 0 0 0 0 0 0 0 1 0 0 1 1 0 0 1 0. അങ്ങനെ 16 combinations are possible in 4 variable K map. ഇവിടെയും 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0 A B C D 4 variables. Okay, so total 16 cells will be here. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 16 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനുശേഷം 8 വൺസ് ഉപയോഗിച്ചുള്ള ഗ്രൂപ്പ് പോസിബിൾ ആണോ നോക്കാം. ദെൻ 4 ദെൻ 2 ദെൻ 1 അങ്ങനെയാണ് ഗ്രൂപ്പിംഗ്. അപ്പൊ ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് എക്സ് ഹിയർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 4 വൺസ് തന്നിട്ടുണ്ടല്ലേ, ഇവിടെ ആയിട്ട് ടോട്ടൽ 8 വൺസ് ഉണ്ട്. അപ്പൊ 8 വൺസിന്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോ ഇവിടെ കോമൺ വേരിയബിൾസ് ഏതാന്ന് നോക്കാം. എ ബാർ ഈ റോക്ക് കറസ്പോണ്ടിങ് എ ബാറും ഈ റോക്ക് കറസ്പോണ്ടിങ് എ ആണ്. സോ എ ഇസ് നോട്ട് കോമൺ ഹിയർ. എന്താണ് കോമൺ? ബി കോമൺ ആണ്. സി കോമൺ ആണോ? സിയും ഡിയും കോമൺ അല്ല അല്ലെ. എ ബി സി ഡി എഴുതിയാ പ്ലീസ്. 0 0 0 1 1 1 1 0 എളുപ്പം കേട്ടോ. ഇപ്പൊ സിയും ഡിയും കോമൺ അല്ല, കാരണം ഇവിടെ എന്താ, ഇവിടെ 0 0 0 1 1 1 1 0 അല്ലെ. അപ്പൊ എ സി ഡി ഈ 3 വേരിയബിൾസ് കോമൺ അല്ല, ബി മാത്രമേ കോമൺ ഉള്ളൂ. അവിടെ ബിയുടെ വാല്യൂ 1 ആണ്. സോ ഫംഗ്ഷൻ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ബി. ഇപ്പൊ ഈ കേസിലും ആരാണ് കോമൺ നോക്കണം. ഇവിടെ ഏതാണ് കോമൺ? എയും ബിയും കോമൺ അല്ല. പിന്നെന്താണ് കോമൺ? സി ആണ് കോമൺ. സി ബാർ ആണ് അല്ലെ. അപ്പൊ ആൻസർ വിൽ ബി സി ബാർ. ഈ കേസ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. സെലക്ട് സെൽസ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി കോമൺ ഏതാണെന്ന് നോക്കി. കോമൺ വേരിയബിൾ ഏതാണ്? അപ്പൊ ഇവിടെ എ ബാർ കോമൺ അല്ല, കാരണം എ കോമൺ അല്ല. ഇവിടെ എ ബാർ ആണ്, ഇവിടെ എ ആണ്. അതായത് ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ബി കോമൺ ആണ്. ബി കോമൺ ആണ്, അവിടെ ബി ബാർ ആണ് അല്ലെ. സി കോമൺ അല്ല, ഡി കോമൺ അല്ല. സോ ഔട്ട്പുട്ട് വിൽ ബി ബി ബാർ. ഇനി ഈ കേസ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഏതാണ് ഇവിടെ കോമൺ എന്ന് നോക്കാം. നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ 8ന്റെ ഗ്രൂപ്പ് അല്ല, 4 ബിറ്റ്സ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. 4 സെൽസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ 8ന്റെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്നിട്ട് കോമൺ ഏതാണ് എന്ന് നോക്കാം. എയും ബിയും, ഈ കേസിൽ എയും ബിയും കോമൺ ആണ്. സിയും ഡിയും കോമൺ അല്ല. അപ്പൊ ഔട്ട്പുട്ട് വിൽ ബി എ ബി. ഇൻ ദിസ് കേസ് എ കോമൺ അല്ല, ഇവിടെ എ ബാർ ആണ്, ഇവിടെ എ ആണ്. അപ്പൊ എ കോമൺ അല്ല. ബി കോമൺ ആണ് അല്ലെ. ഇനി സി കോമൺ ആണോ? ഇവിടെ സി ബാർ ആണ്, ഇവിടെ സി ആണ്. അപ്പൊ സി കോമൺ അല്ല, ഡി കോമൺ ആണ്. സോ ആൻസർ വിൽ ബി ബി ഡി. ഓക്കെ. അപ്പൊ ഇവിടെ ഈ രീതിയിൽ നമുക്ക് പല കോമ്പിനേഷൻസ് തന്നെയും ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, ചെയ്ത് നോക്കാം. അപ്പൊ
ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആരാണ് കോമൺ? എ കോമൺ ആണോ? യെസ്, എ കോമൺ ആണ്, ബി കോമൺ ആണ്. സിയും ഡിയും കോമൺ അല്ല, കാരണം ഇവിടെ 0 വാല്യൂ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ 0യും 1ഉം വന്നു, അപ്പൊ കോമൺ അല്ല. എയും ബിയും കോമൺ ആണ്. സോ എ ബാർ ബി വിൽ ബി ദ ഔട്ട്പുട്ട്. In this case, what will be the output here? എയും ബിയും കോമൺ അല്ല, സിയും ഡിയും കോമൺ ആണ്. സോ സി ഡി will be the output. നമുക്ക് മാപ്പ് ചെയ്ത് എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ മാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ 4 വേരിയബിൾ ആണ്, കാരണം ഇതാണ് ക്വസ്റ്റ്യൻ കണ്ടതിനാണ് 4 വേരിയബിൾ ആണെന്ന്. കാരണം 4 വേരിയബിൾസിന്റെ എ ബി സി ഡി. ഫസ്റ്റ് കേസ് എ ബാർ ബി ബാർ സി ബാർ, എ ബാർ. അപ്പൊ 4 വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ ആ 3 വേരിയബിൾ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ 4 വേരിയബിൾ ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ ബാർ ബി ബാർ സി ബാർ. ഡി മാത്രം തന്നിട്ടില്ല അല്ലെ. ഡി തരാത്തതുകൊണ്ട് അത് 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. 0 0 0. ഡി തരാത്തത് കൊണ്ട് 0 ആവാം 1 ആവാം. ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ 1 എൻ്റർ ചെയ്യണം. 0 0 0ലും 1 എൻ്റർ ചെയ്യണം, പിന്നെ 0 0 0 1ലും 1 എൻ്റർ ചെയ്യണം. ഓക്കെ, ഇനി ഈ കേസ് നോക്കാം. ബി ബാർ, അപ്പൊ എ തന്നിട്ടില്ല. ബി ബാർ മീൻസ് 0 സി ഡി ബാർ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എന്താവാം? 0 ആവാം 1 ആവാം. 0 0 1 0 1 0 1 0. 0 0 1 0 എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലെ. 0 0 1 0 1 0 1 0 മീൻസ് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഈ ടേം, രണ്ട് ടേം നമ്മൾ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് എ ബാർ ബി സി ഡി ബാർ. 0 1 1 0 6. ആ ടേം ഓക്കെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് എ ബി ബാർ സി ബാർ. ഡി തന്നിട്ടില്ല. അപ്പൊ ഡി എന്ന് പറയുന്നത് 1 0 0 0 ആവാം 1 ആവാം. 8 9. ഇങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ 3 വേരിയബിളിലോ 2 വേരിയബിളിലോ ഏത് കേസാണെങ്കിലും ഏതെങ്കിലും ഒരു ടേമില് എല്ലാ വേരിയബിൾസും തന്നിട്ടില്ലെങ്കിൽ നമ്മള് മിസ്സിംഗ് ടേം ഉപയോഗിച്ച്, അതായത് സ്റ്റാൻഡേർഡ് സോപ്പ് എക്സ്പ്രഷൻ ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് സോപ്പ് എക്സ്പ്രഷൻ എക്സാമ്പിൾ ഒക്കെ കണ്ടിരുന്നത് അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് സോപ്പ് എക്സ്പ്രഷൻ ആക്കി മാറ്റണം. നമ്മൾ എ പ്ലസ് എ ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എ ഇൻറ്റു എ ബാർ കൊണ്ട് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും ബുദ്ധിമുട്ടണ്ട, ജസ്റ്റ് എഴുതി നോക്കിയാൽ മതി. ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഗ്രൂപ്പ് ചെയ്യാം അല്ലെ. ഗ്രൂപ്പ് ചെയ്യാലോ. നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, ഒരു ഗ്രൂപ്പ്. പിന്നെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? യെസ്, നമുക്ക് ഈ സൈഡ് വൈസ്, ഈ അഡ്ജസന്റ് കോർണേഴ്സ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ ഈ 1 മാത്രം ഒറ്റയ്ക്കണം, നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ടോട്ടല് 3 ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ആൻസർ ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് സെൽസ് മാപ്പ് ചെയ്താൽ മതി. മാപ്പ് ചെയ്ത ശേഷം ഗ്രൂപ്പ് ചെയ്യണം. 1 2 3 3 ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ ഇവിടെ ബി ഫസ്റ്റ് ഈ ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റുണ്ടല്ലോ, 0 ഗ്രൂപ്പ്
അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 0 1 2 കേട്ടോ. 3 5 5 6 7 8 9 12 30. സോ മാപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്ത് എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യണം. ഇവിടെ എയും ബിയും കോമൺ ആണ്, സിയും ഡിയും കോമൺ അല്ല. സോ ഈ ഗ്രൂപ്പിന്റെ എ ബാർ ബി ബാർ. ഹിയർ ഇൻ ദിസ് കേസ് ആരെ കോമൺ? എ ബാർ കോമൺ ആണ് അല്ലേ? എ ബാർ പിന്നെ സി കോമൺ അല്ല, ഡി കോമൺ ആണ്. എ ബാർ ഡി. ഈ കേസ് എടുത്തു കഴിഞ്ഞാല് എ കോമൺ ആണ്, എ ബി കോമൺ അല്ല, സി ബാർ കോമൺ ആണ്. സി ബാർ ആഡ് ചെയ്യാം. So we will get the answer like this. Okay. അപ്പോൾ ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് തരാം, ചെയ്ത് നോക്കാം. താങ്ക് യു.